ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ കസ്റ്റാർഡും ബ്രെഡും ഒക്കെ പാലൊക്കെ വെച്ചിട്ടേ ഒരു കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിട്ടോ. നല്ല സോഫ്റ്റേനു. എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. എളുപ്പത്തിൽ ഉണ്ടാക്കാം, 10 മിനിറ്റോളം ഉണ്ടാക്കട്ടോ. ഇത് ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. നമുക്കേ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കട്ടോ. ഒരു പാക്കറ്റ് പാൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഐസൊക്കെ കളഞ്ഞ് ഒഴിച്ച് കൊടുക്കട്ടോ. ഈ ഒരു പാക്കറ്റ് പാലിക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഗേസ് ആ പാലൊക്കെ ഒഴിച്ചിട്ടേ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് നല്ലോണം കൂട്ടി തീ അടുപ്പത്തൊന്ന് വെക്കാം. ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. പാല് ഒരു ചെറു ചൂടാവുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കയ്യിൽ പാലെടുത്തിട്ടേ അത് നമുക്കതിൽ കസ്റ്റാർഡ് പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാണ് കേട്ടോ. ചെറിയൊരു ചൂടിലാണെങ്കിൽ കട്ട കെട്ടൂല. അങ്ങനെ ഗേസ് നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടിക്കണത്. ഇതിന് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. മധുരം നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളി. പക്ഷേ ഞാൻ ഇട്ടതിൻ്റെ കറക്റ്റ് അളവായിരുന്നു. പാകത്തൊരു മധുരമായിരുന്നു, അധികം മധുരമല്ല. അത്യാവശ്യം മധുരം വേണേനും. പുഡിങ്ങൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. ഞാനിപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ പാക്കറ്റാട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ടീസ്പൂണിന് 2.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിക്ക് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അളവുകളൊക്കെ നല്ല കറക്റ്റായിരിക്കണം. നമുക്ക് അതിലിട്ടിട്ടേ ചെറു ചൂട് പാലിട്ടിട്ടൊക്കെ ഒന്ന് ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പാലൊക്കെ നല്ലോണം ചൂടായി വരുന്നുണ്ടാവും. തിളക്കൊന്നും വേണ്ട, നല്ലോണം ഒന്ന് ചൂടായിട്ട് ഒരു ചെറിയ ചൂട് പാലിൽ നമ്മളിതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇവിടെ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് നമ്മൾ കയ്യിലോണ്ട് നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിലൊക്കെ കട്ട പിടിക്കും. അങ്ങനെ ഇതൊക്കെ നന്നായി ഇളക്കി. ഇത് അധികം കുറുകി പോകാനും പറ്റില്ല, അധികം ലൂസാകാനും പറ്റില്ല കേട്ടോ. ഒരു ക്രീമി ലെവലാണ് ഇതിൻ്റെ ഒരു പാകം. ഞാൻ കാണിച്ചു തരാം. അധികം കട്ടയായിട്ടുണ്ടെങ്കിൽ കട്ടയായി പോവും, അധികം ലൂസാകാനും പറ്റില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ തിളക്കോളം ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക. പിന്നെ ഫ്ലെയിം ചെറുതാക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയാവും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പതുക്കെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗേസ് നമ്മളെ കസ്റ്റാർഡിൻ്റെ കൂട്ടൊക്കെ നല്ല പാകമായി വന്നിട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം. നല്ല ക്രീമി ലെവലായിട്ടുണ്ട്, അധികം കട്ടിയായിട്ടില്ല. ഇനി ഇതിൽ നിന്നിട്ട് ഇത് തണുത്തിട്ട് ഒന്നുകൂടിയും കട്ടയാവും കേട്ടോ. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ടേ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും പാലിക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്തത്. നിങ്ങൾ ഇതിലധികം പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തോളൂ. ഒരു പാക്കറ്റ് പാലിക്കുള്ള കൂട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. അങ്ങനെ വാനില എസൻസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ. അത് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തോളി, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിക്കില്ലേ ബ്രെഡ് 4 പീസ്, ഒരു ബ്രെഡ് 4 പീസാക്കിയിട്ട് നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ഒരു ചട്ടിയിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ടോ ഞാൻ. അതിലേക്ക് പാകമായിരുന്നു. അങ്ങനെ ബദാം പരിപ്പൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടേ ഒരു പാനിൽ ബ്രൗൺ കളറൊന്നും വേണ്ട, വെറുതെ അപ്പുറം മറിച്ചിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അപ്പുറം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് ലെയർ ഉണ്ടാക്കാനാണ്, 2 ലെയറായിട്ട് ഉണ്ടാക്കാനാണ്. ഈ ബ്രെഡും കൂടി ഇടുമ്പോഴേ പുഡിങ് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിപ്പഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ചെറുതാക്കി കൊടുക്കാം. കുറച്ച് ചെറിപ്പഴം ഒക്കെ ആവശ്യത്തിന് എടുത്തോളം. ചെറി ഞാൻ അധികം എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു പാക്കറ്റ് പാലിക്കില്ല കേട്ടോ എടുത്തിക്കണത്, ഇതിലധികം എടുത്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ചെറുതാക്കി നുറുക്കി കൊടുത്തിട്ടേ ഒരു ആപ്പിളും എടുത്ത് ചെറുതാക്കി നുറുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളി. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കണില്ല. അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതും എടുത്തു കേട്ടോ. ഇനി നമുക്കേ നമ്മളെ കൂട്ടൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു വലിയ പാത്രത്തിൽ ഡീസൽ വെള്ളം വെച്ചൊക്കെ വേഗം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂട് കൊടുക്കാനാകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടേ
ഈ ഗ്ലാസിൻ്റെ വേണമെന്നില്ല, ഞങ്ങൾ വേറെ ചതുരല്ല ബൗളാണെങ്കിൽ നല്ലതാട്ടോ. നല്ല കറക്റ്റായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനത്തെ ബൗളാണ്. നമുക്ക് അടിയിൽ ബ്രെഡ് ഒഴിച്ചിട്ടേ മേലെ ഇതിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ കൂട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യത്തെ ലെയറാണിത്, ലെവൽ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ലെവൽ ചെയ്തിട്ടേ നല്ലോണം അതിൻ്റെ ആ ഹോളൊക്കെ അടച്ച് റെഡിയാക്കി വെക്കണം. ഇനി ബാക്കിയുള്ള ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. നിരത്തി വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചാൽ മതി. അടിയിൽ വെച്ചിട്ട്, മുകളിലല്ല. ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചോളൂ. മുകളിൽ വെച്ചാൽ കട്ടയാവുള്ളൂ. ഈ ബാക്കിയുള്ള കൂട്ടും കൂടി നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതും കൂടി അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ലെയർ ശരിയാക്കി എടുക്കുക, ലെവലാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഹോൾ കൂടിയൊക്കെ അതിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊക്കെ അടക്കുക. അപ്പോഴേ ഇതൊരു പുഡിങ്ങിൻ്റെ പോലെ എടുക്കുമ്പോൾ കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത തേങ്ങ കേട്ടോ. ഇത് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വറുത്ത തേങ്ങ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യിൽ വറുത്തതാണ്. കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ബദാം പരിപ്പും ആപ്പിളും ചെറിപ്പഴം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വേറെ നിങ്ങൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തോളി. ഞാൻ പാന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. ഒക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നിങ്ങളിതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലോണം മൂടിയിട്ട് വെച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ അടപ്പുകൊണ്ട് തന്നെ അടച്ചേക്കണത്. ഇങ്ങനെ അടച്ചാലും കുഴപ്പമില്ല, വെള്ളമൊന്നും ഇറങ്ങില്ല. ഈ അടപ്പ് കറക്റ്റ് അളവ് വരുന്നതിന്. അപ്പോൾ ഞാനതിന് അതുകൊണ്ടാണ് അടച്ചേക്കണത്. അങ്ങനെ ചെറിപ്പായം കൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതും റെഡിയായി. ഇനി നമുക്ക് ആ അടപ്പുകൊണ്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ടേ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. ആ അടപ്പ് അതിൻ്റെ കറക്റ്റ് അളവാണ്. ഇത് നമുക്ക് ഒരു മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കാം. അടപ്പുകൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചെടുത്തതാണ്. കത്തിയോണ്ടൊന്ന് മുറിച്ചെടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയതാട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഉണ്ടാക്കി നോക്കൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ഫോളോ ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലേ സ്ട്രൈക്ക് ചെയ്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ആ ബ്രെഡിൻ്റെ അതൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. വീഡിയോ കണ്ടിട്ട് കമൻസ് അറിയിക്കൊണ്ടു. സ്കിപ്പ് ചെയ്യാതെ കാണട്ടില്ലേ വീഡിയോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാട്ടോ. വായിൽ അലിഞ്ഞ് പോകുന്ന ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ താങ്ക് യു ഫോർ വാച്ച്.